ഈ ഡിസംബർ 8-ാം തീയതി തിരുവനന്തപുരത്ത് തുടങ്ങി ഇന്ന് ഡിസംബർ 15-ാം തീയതി IFFK അവസാനിക്കുമ്പോൾ സത്യത്തിൽ സങ്കടത്തിൻ്റെ കൊടി കയറുകയാണ്. കുറേ ഫിലിംസ് കണ്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഖസാക്കിസ്ഥാൻ്റെ ഒരു സിനിമ സ്നോ സ്റ്റോം സത്യത്തിൽ വലിയൊരു അനുഭവമാണ്, പ്രത്യേക ഒരു അനുഭവമാണ് സിനിമ സമ്മാനിക്കുന്നത്. നല്ലൊരു കഥ, അസാധ്യ ഫോട്ടോഗ്രാഫി, സൗണ്ട് എഫക്ട്സ്. അതൊരു ഖസാക്കിസ്ഥാൻ സിനിമയാണ്. അത് ചൈന ഖസാക്കിസ്ഥാൻ്റെ ബോർഡർ റഷ്യയുടെ ഭാഗമായിരുന്ന കാലത്താണ് ഈ കഥ നടക്കുന്നത്. അതിൻ്റെ കഥ ചുരുക്കി പറയാം. ഖസാക്കിസ്ഥാനിലെ ഒരു യുവാവ് കുറച്ച് സാധനങ്ങളും കൊണ്ട് അടുത്ത ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. അത് ചെറിയ മഞ്ഞുവീഴ്ചയായി തുടങ്ങി പിന്നെ പിന്നെ വലിയ മഞ്ഞ് കാറ്റായി, കൊടുങ്കാറ്റായി മാറും. അപ്പം അയാളൊരു ലോറിയിലാണ് പോകുന്നത്, സാധനങ്ങളൊക്കെ കൊണ്ട്. ആ ലോറി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇടയ്ക്ക് മഞ്ഞുവീഴ്ച ഉണ്ടായി, റോഡൊക്കെ തടസ്സപ്പെട്ട് രാത്രിയായി അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും റോഡ് മുഴുവൻ മഞ്ഞാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അയാൾ മഞ്ഞൊക്കെ മാറ്റി കുറച്ചും ദൂരം ഓടിച്ചെങ്കിലും വീണ്ടും അത് ഒരിടത്ത് സ്റ്റക്കാവും. വലിയ മഞ്ഞുകാറ്റായതുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അവസാനം അയാൾ ഈ ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടിപ്പൊളിച്ച് തീ കൂട്ടി മഞ്ഞിനെ അകറ്റാൻ അല്ലെ തണുപ്പിനെ അകറ്റാൻ നോക്കും. പെട്ടെന്ന് അയാൾ വേട്ടപ്പട്ടികളുടെ കുര കേൾക്കും. എന്ന് വെച്ചാൽ അടുത്തൊരു ഗ്രാമത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേട്ടക്കാരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അയാൾ വിളിച്ചു പോകും. പക്ഷേ ആരും കേൾക്കുന്നില്ല. അങ്ങനെ പുറത്തേക്കിറങ്ങി ഓടുമ്പോൾ ഒരു ചെറിയൊരു അരുവിയിൽ വീഴും. അവിടുത്തെ തണുപ്പ്, ആ തണുപ്പും പുറത്തെ തണുപ്പും വീട്ടിൽ വീണതും എല്ലാം കൂടെ കൊണ്ട് അയാൾ ആകെ വിഷമിച്ച് തിരിച്ച് വന്ന് ആ വണ്ടിക്കകത്ത് കയറി കിടക്കും. അതോടെ അയാൾ അബോധാവസ്ഥയിലായിപ്പോകും. ഈ സമയത്ത് ആ ഗ്രാമാതിർത്തിയിൽ ആ രണ്ട് രാജ്യത്തിൻ്റെ അതിർത്തി താമസിക്കുന്ന ഒരു നാടോടി വൃദ്ധനും അയാളുടെ ഭാര്യയും. അപ്പം ആ വൃദ്ധൻ പതുക്കെ അന്ന് നടന്നു വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. അയാൾ നോക്കുമ്പോൾ അതിനകത്തൊരു യുവാവ്. അയാൾ പാടുപെട്ട് അവനെ കുതിരപ്പുറത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കും. ആ വീട്ടിൽ മറ്റൊരാൾ കൂടി താമസിക്കുന്നുണ്ട്. ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചൈനീസ് പട്ടാളത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. അതിൽ ഡ്യൂട്ടിക്കുള്ള ഒരു സൈനികൻ, ഒരു പട്ടാളക്കാരൻ ഈ വീട്ടിലാണ് താമസിക്കുന്നതും ആഹാരം കഴിക്കുന്നതും. ഇപ്പോൾ ഒരു അപരിചിതനെ കണ്ടപ്പോൾ അയാൾ ഈ വൃദ്ധനോട് ചോദിച്ചു, അതാരാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അമ്മാവൻ്റെ മകനാണ് എന്ന് കള്ളം പറഞ്ഞു. അയാളോട് സിമ്പതി തോന്നിയുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. പട്ടാളക്കാരൻ എന്നാലും ചെറിയ സംശയം തോന്നാതിരുന്നില്ല. അങ്ങനെ ഈ യുവാവിന് ഭേദമാകുമ്പോഴേക്കും ഈ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ ചൈനയിലേക്ക് അതിർത്തി കടന്നു വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പുറത്തിറങ്ങരുത്. അയാൾ പറഞ്ഞു, എനിക്ക് തിരിച്ചു പോകണമല്ലോ, തിരിച്ചു പോകണമെങ്കിൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും വഴി കണ്ടെത്തി അതിർത്തി കടത്തിവിടാം, അതുവരെ ക്ഷമിക്കും. ഒരു ദിവസം ഈ പട്ടാളക്കാരൻ ഈ യുവാവിൻ്റെ വണ്ടി കാണും. വണ്ടി കാണുമ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അയാൾ വന്നിട്ട് ഈ വൃദ്ധനെയും ഭാര്യയും ചോദ്യം ചെയ്യും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്യും, നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, അതിർത്തി കടന്നു വരുന്ന ആൾ നമ്മുടെ ചാരനായിരിക്കും, ഒരു ചാരനായിരിക്കും, അതുകൊണ്ട് അയാൾ നമ്മുടെ ശത്രുവാണ്, അയാളെ ഒരു കാരണവശാലും രക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം മാവോ സേതുങ്ങിൻ്റെ പടം ആ വീട്ടിലുണ്ട്. മാവോയുടെ അവദാനങ്ങൾ അല്ലെങ്കിൽ സെയിങ്സ്, ചൊല്ലുകളൊക്കെ പറഞ്ഞാണ് അവർ സത്യം ചെയ്യുന്നത്. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പട്ടാളക്കാരൻ അവിടെ ഇല്ലാത്ത സമയത്ത് ഈ വൃദ്ധൻ പതുക്കെ ഈ യുവാവിനെ കുതിരപ്പുറത്ത് കയറ്റി അതിർത്തി കടത്തിവിടും. ഇത് മനസ്സിലാക്കിയിട്ട് പട്ടാളക്കാരൻ ആ വൃദ്ധനോട് പറയും, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ജയിലിൽ പോകും,
അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ വൃദ്ധൻ പല കാര്യങ്ങളും ആ പട്ടാളക്കാരോട് പറയുന്നുണ്ട്. പട്ടാളക്കാരന് പിന്നെ മനസ്സിലായി അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അയാളുടെ മനസ്സിലും മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ട് അയാൾ ആ പട്ടാളക്കാരൻ ഈ യുവാവിൻ്റെ വണ്ടി അങ്ങ് കത്തിച്ചില്ലേ. പിന്നെ തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ മഹാസത്യം ഓതുന്ന നല്ലൊരു സിനിമ, വളരെ രസകരമായി കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഈ സിനിമ കഴിഞ്ഞപ്പം ഞാൻ തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററാണ്, അതിൻ്റെ പ്രൊജക്ഷൻ റൂമിൽ കയറി. എങ്ങനെയാണ് ഈ സിനിമ ഇപ്പോൾ കാണിക്കണമെന്ന് നമ്മൾ അറിയണമല്ലോ. ക്യൂബ് എഞ്ചിനീയർ വിപിൻ എനിക്ക് അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു. ക്രിസ്റ്റിയുടെ 220 എന്ന് പറഞ്ഞ മോഡലാണ് 2K പ്രൊജക്ടർ. നല്ല ഔട്ട്പുട്ടുള്ള സാധനമാണ്. ഇതിലിപ്പോൾ നമ്മളെ ക്യൂബിൻ്റെ IMBയും സെർവറും വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ നടക്കുന്നത്. 4K ആകുമ്പം സെയിം, കാണാൻ ഏകദേശം സെയിം തന്നെയായിരിക്കും. അതിലെ റെസൊല്യൂഷൻ മാറുന്നു, കുറച്ചും കൂടി ഡെപ്ത് കിട്ടും. ഇത് ഇവരെ ഓൺ പ്രൊജക്ടറാണ്. ഉണ്ട്, നമ്മളെ ഏരീസിലെല്ലാം കളിക്കുന്ന 4Kയിലാണ്. ഏരീസിലെ വാർക്കൊക്കെ 4Kയിലുണ്ട്. ക്രിസ്റ്റിയിൽ തന്നെ 4K മോഡൽസ് ഉണ്ട്. ഇതിപ്പോൾ 220. ഇതിൻ്റെ തന്നെ 4220 പറഞ്ഞൊരു മോഡലുണ്ട് തൊട്ട് മുകളിൽ വരുന്നത്, അത് 4K ആണ്. ഇല്ല, 70mm എന്ന് പറഞ്ഞ സ്ക്രീൻ സൈസ് ആണല്ലോ. ഇതിപ്പോൾ നമ്മൾ ഏത് സ്ക്രീൻ ആയാലും അതനുസരിച്ചുള്ള ലെൻസ് നമ്മൾ ഡിജിറ്റലായിട്ട് വരുന്നതാണ്. ലെൻസ് മാറും. ഇപ്പോൾ സ്ക്രീൻ സൈസ് മാറുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ലെൻസ് മാറും. അത്രേ ഉള്ളൂ. സ്പെഷ്യാലിറ്റീസ് വേറെ എന്ന് പറയാൻ ഇതിലിപ്പം DCPയും നമുക്ക് ലാപ്ടോപ്പും രണ്ടും കണക്ട് ചെയ്ത് കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പിന്നെ വരുന്നത് IMB എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ബോർഡ്. ആ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ DCP ലോഡ് ചെയ്ത് കളിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ചിലത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ IMB എന്ന് പറഞ്ഞ ബോർഡിന് ലൈസൻസ് വരണം. അങ്ങനെ അങ്ങ് മാത്രമേ ഡിക്രിപ്റ്റ് ആയിട്ട് പ്ലേ ആവാൻ പറ്റും. ഓരോ സമയത്തും സിനിമ ഇങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ? ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്, മാനുവലി നമ്മൾ ഹാർഡ് ഡിസ്കിലാക്കി ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. അല്ല, ഇവിടെ ഇപ്പോൾ നമുക്ക് മാനുവലി മാത്രമേ ഉള്ളൂ. നമ്മൾ ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചെയ്യുക. കാരണം ഇത് മെയിൻ തിയേറ്റർ അല്ലല്ലോ, ജസ്റ്റ് ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് തിയേറ്ററുകളിൽ ക്യൂബ് വയർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ക്യൂബിൻ്റെ തിയേറ്ററുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അവർ പറയുന്ന ഏതാ ഷെഡ്യൂൾ ചെയ്ത മൂവി എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. നമ്മൾ ക്യൂബ് സിനിമയിൽ വരുന്നതാണ്. അതുപോലെ യോഫോക്ക് അവരുടേതായ സാധനങ്ങളുണ്ടാവും, എല്ലാ കമ്പനിക്കും അവരുടേതായ സാധനങ്ങളുണ്ടാവും. ഇത് കാണുന്നതാണ് നമ്മുടെ ക്യൂബിൻ്റെ സ്റ്റോറേജ് സെർവറാണിത്. ഇതിലാണ് നമ്മളെ മൂവീസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ പ്രൊജക്റ്റിലേക്കുള്ള ഔട്ട് വരുന്നത്. അതിന് ഞാൻ IMB എന്ന് പറഞ്ഞൊരു ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ആ ബോർഡിലേക്ക് ഇതിൽ നിന്ന് ഔട്ട് വന്നിട്ട് പ്രൊജക്ടർ വഴി ത്രൂ ഔട്ട് ഔട്ട്പുട്ട് കിട്ടുവാണ്. അപ്പോൾ IMB എന്ന് പറഞ്ഞ ബോർഡിൽ നിന്ന് തന്നെയാണ് സൗണ്ടിലേക്ക് പോകുന്നത്. ക്യൂബ് സിനിമ പ്രൊജക്ഷൻ വരുന്ന കാലത്തിന് മുൻപ് തിയേറ്ററുകളിൽ സിനിമ കാണിച്ചിരുന്നത് ഈ കാണുന്ന അനലോഗ് പ്രൊജക്ടറുകൾ വഴിയായിരുന്നു. ഇതിലേക്ക് ഫിലിം ലോഡ് ചെയ്യലൊക്കെ അന്നിത്തിരി പാടുള്ള പണിയായിരുന്നു. ഇന്നിപ്പം സിനിമ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഫിലിം സ്ക്രീനിങ്ങും ഒക്കെ പൂർണ്ണമായും ഡിജിറ്റൽ ആയി കഴിഞ്ഞല്ലോ. സിനിമ പ്രൊജക്ഷനെ കുറിച്ച് അല്പം കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങിയപ്പോൾ തിയേറ്ററിന് പുറത്ത് യുവജനങ്ങളുടെ പാട്ടും ആഘോഷവും തകർക്കുന്നുണ്ടായിരുന്നു. സിനിമകൾ കണ്ട് കണ്ണും മനസ്സും മാത്രം നിറഞ്ഞാൽ പോരല്ലോ. അടുത്ത സിനിമയ്ക്കിനി കുറച്ച് സമയമേ ഉള്ളൂ. വല്ലതും കഴിക്കണമല്ലോ. തൊട്ടടുത്ത റോഡിൽ തട്ടുകടകൾ അനവധിയുണ്ട്. അവിടെ കപ്പയും കാന്താരിയും തൊട്ട് തട്ടുദോശ, അപ്പം, പുട്ട്, മുട്ട, പൊറോട്ട, ചിക്കൻ, കുഴിമന്തി, ഷവർമ, ഷവായ്, അൽഫാം തുടങ്ങിയ ചൂട് നാടൻ അറേബ്യൻ രുചികൾ റെഡി. ഓരോ സ്ഥലത്തെയും തിരക്ക് കണ്ടപ്പോൾ നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതി ഞാൻ അടുത്ത തിയേറ്ററിലേക്ക് നടന്നു.